ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്. അതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാതെ വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത്? ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. ചിലപ്പോൾ റീസെൻ്റായിട്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അവർക്ക് വളരെയധികം ഒരു യുഗം പോലെ തോന്നുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് വളരെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധിയെ മറികടന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്താം എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചൊരു കാർഡ്സ് നോക്കാം. ഇവിടെ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളിൽ ഒരാൾ ഇതിനൊരു പ്രതീക്ഷ കൊടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഇതിലൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള രീതിയിൽ, അതായത് കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരാൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ എല്ലാം പ്രതിരോധിക്കേണ്ടി വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ ഓർത്ത് ആ ഒരു വ്യക്തിക്ക് വല്ലാത്ത ഭയവും ഉത്കണ്ഠയുമാണുള്ളത് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ വളരെയധികം വിഷമത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പാസ്റ്റിൻ്റെ വേദനകൾ ഹീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ആ ഒരു വ്യക്തിക്ക് അവരുടെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റിനോ ഒരു ആക്ഷൻ എടുക്കാനോ ഇപ്പോൾ ആ ഒരു വ്യക്തി തയ്യാറല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം ഒരു അഡിക്ഷൻസ് പോലെ മാറിയിട്ടുണ്ടായിരിക്കാം. കാരണം ഈ ഒരു വ്യക്തിയില്ലാത്ത ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതായത് സ്നേഹം കൂടി പ്രാന്തായി പോകുമെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേ ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് പോകാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം ഒരു ഭ്രാന്തമായ ഒരു സ്നേഹമായിട്ട് മാറിയിട്ടുണ്ടാകാം ഇതിനോടകം തന്നെ. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ ഡെവിൽ കാർഡും വീൽ ഓഫ് ഫോർച്യൂണും അടുത്തടുത്ത് കിട്ടിയത്. അതായത് ഇതൊരു കർമ്മ ബേസ്ഡ് റിലേഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടണം എന്നുള്ളത് ദൈവനിശ്ചയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് മുൻ ജന്മത്തിൽ പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ഒരു കർമ്മ, അത് പൂർത്തിയാക്കാനായിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്തത് ഈ ഒരു ജന്മം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കാർമിക് സൈക്കിളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, നമുക്ക് ജസ്റ്റിസ് കാർഡും അതിൻ്റെ കൺഫർമേഷനാണ്. ഇതൊരു കർമ്മയാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയത് ഒരു കർമ്മയാണ്. അപ്പോൾ ആ ഒരു സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ ഒളിച്ചോടാനായിട്ട് സാധിക്കുകയില്ല. കാരണം എന്തെങ്കിലും ഒരു കർമ്മ പൂർത്തിയാക്കാനായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് രണ്ടു പേർക്കും.
അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് വളരെയധികം കാണുന്നു. യെസ്, അഗെയിൻ കൺഫർമേഷനാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു കാർമിക് സോൾമേറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന്, അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ. അപ്പം ഇവിടെ ഒരു സോൾമേറ്റ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ കർമ്മ കാർഡ് നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കാർമിക് സോൾമേറ്റ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നു. അപ്പം ആ ഒരു കർമ്മ പൂർത്തിയാക്കാനായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ജന്മം കണ്ടുമുട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഒരു അട്രാക്ഷനും ഒരു അഡിക്ഷനും ഒക്കെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്കൊരു അഡിക്ഷനും അട്രാക്ഷനും ഒക്കെ ആ ഒരു പേഴ്സണോട് തോന്നുന്നത്. അപ്പം നമ്മൾ എത്രയും കാർഡ്സ് നോക്കിയത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇനി നമുക്ക് അവരുടെ സോൾ മെസ്സേജ്, അതായത് ആ ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതായത് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി അവരുടെ ആത്മാവിന് എന്താണ്, അതായത് ആത്മാവിൻ്റെ തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ്, ആ ഒരു ആത്മാവിൻ്റെ ഫീലിങ്സും ഒന്നും മൈൻഡിൻ്റെതുപോലെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല. അപ്പം നമുക്ക് അവരുടെ സോൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളെന്നുള്ള വ്യക്തിയാണ് അവരുടെ ലൈഫ് ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഇപ്പോൾ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ പേഴ്സണ് വളരെയധികം വിഷമമുണ്ട്. കാരണം അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം. അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിനോ ഒരു ആക്ഷനോ ഒന്നും തയ്യാറാവാത്തത് അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തിയുടെ സോൾ മെസ്സേജ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങളോട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. അപ്പം നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിയെ അവരുടെ ലൈഫിൽ അവരുടെ ലൈഫിൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നുള്ള വ്യക്തി കൂടെ ഇല്ലാത്തത് ആ ഒരു വ്യക്തിയെ വളരെയധികം സങ്കടത്തിലാക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളെയും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അതായത് നിങ്ങൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ആ ഒരു വ്യക്തിയുടെ മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ തന്നെ കരുതുന്നുണ്ട് ആ ഒരു പേഴ്സണെ മുന്നോട്ട്, അതായത് അവരുടെ മുന്നോട്ടുള്ള ലൈഫും സക്സസ്സിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെന്നുള്ള വ്യക്തി കൂടെ വേണം, അതാണ് അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി, ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ ഫുൾ മൂൺ എന്താണെന്ന്. ഇന്ന് പൗർണമിയാണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അത് യൂണിവേഴ്സ് നടത്തിത്തരുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിക്കുക. അപ്പം ഇന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഒരു ഹൈ എനർജി ഉള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് യൂണിവേഴ്സായിട്ട് തന്നെ നടത്തിത്തരുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു കാർഡ് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഈ ഒരു സങ്കടത്തിലിരിക്കുന്നത്, ആ ഒരു സങ്കടമെല്ലാം മാറി നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷം കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യിക്കേണ്ടതുണ്ട് നിങ്ങൾ. കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റീബർത്ത് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലുണ്ടായ ആ ഒരു
മിസ്റ്റേക്കുകളെല്ലാം പരസ്പരം പറഞ്ഞു തീർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും റിന്യൂ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡ് ആയിരിക്കാം. അപ്പം നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, സോളിനെ ഹീൽ ചെയ്യിക്കുക, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി റിന്യൂ ചെയ്യുന്ന സമയത്ത് അതിലൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ തളർന്നിരിക്കേണ്ടവരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പെയിൻ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതും അപ്പുറമായിരിക്കും. കാരണം ഈ ഒരു പേഴ്സണോടുള്ള ഇഷ്ടം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു അഡിക്ഷൻസ് പോലെ മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നതും, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു കോളിനും മെസ്സേജിനും ഒന്നും ഒരു റെസ്പോണ്ട് ഇല്ലാതിരിക്കുന്നതും നിങ്ങളെ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കേണ്ടവരല്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് സങ്കടത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഈ ഒരു സമയം കൺട്രോൾ ചെയ്യണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് നമുക്ക് ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ കിട്ടിയത്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്കതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സായിട്ട് നടത്തി തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിക്കുക ഇന്നത്തെ ദിവസം. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്, നിങ്ങളത് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ ഒരു മിറാക്കിളിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് കാർഡിൽ ടെമ്പറൻസ് ആണ് കിട്ടിയത്. അതായത് വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം മാനിഫെസ്റ്റേഷനിലൂടെ നടക്കാത്തതായ ഒരു കാര്യവുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുമോ, അങ്ങനെയൊക്കെ ഒരാളെ കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ മാനിഫെസ്റ്റേഷൻ്റെ പവർ നിങ്ങൾക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തായാലും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, സോൾമേറ്റ് കണക്ഷൻ, കാർമിക് സോൾമേറ്റ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഫോട്ടോഗ്രാഫി, ഇടുക്കി, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഞാനിതെല്ലാം റീഡിങ്ങിൽ പറഞ്ഞിരുന്നു. ദുബായ്, ടുഡേ, 36, 38, 33, ക്രിക്കറ്റ്, ചോതി നക്ഷത്രം, 2002, ഷാർജ, 1987, ലോങ് ഹെയർ, നമ്പർ 9, തുലാം, പിങ്ക് കളർ, ലോങ് നെയിൽ, ആയില്യം, 34, കളേർഡ് ഹെയർ, ബ്ലൂ, അബുദാബി, കർക്കിടകം, ലെറ്റർ N, ലെറ്റർ L, നമ്പർ 2, ഒക്ടോബർ 9, 1981, അക്കൗണ്ടൻറ്റ്, 1991, 1999, നമ്പർ 14, ചെന്നൈ. നമ്മൾ ഈ ഒരു ജന്മത്തിൽ ഒരാളെ കണ്ടുമുട്ടുന്നത് പോലും ഒരു കർമ്മയായിരിക്കാം. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ. ചിലപ്പോൾ അത് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ആവശ്യവും നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വ്യക്തിയെ ഈ ഒരു ജന്മത്തിൽ മീറ്റ് ചെയ്തപ്പോൾ തന്നെ അവരോട് ഒരു അട്രാക്ഷനോ ഒരു അഡിക്ഷനോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ലൈഫ് പർപ്പസ് ആ ഒരു വ്യക്തിയോട് ഉണ്ടായിരിക്കാം.